2024 ഫെബ്രുവരി 10-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. എൻ്റെ കൂട്ടുകാരി മുഖേനയാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ പേര് അംബിക. വൈക്കത്തു നിന്നാണ്, വൈക്കം ഇടയാഴം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇതുപോലൊരു വേദിയിലോ ഒന്നും ഞാൻ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ തന്നെ നിൽക്കണം. എൻ്റെ അമ്മമാതാവും തിരുക്കുമാരനും കൂടി എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് നിന്ന് പറയാൻ പോലും പറ്റിയില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ ഇവിടെ കൊണ്ടുവരെ എത്തിച്ചത് എൻ്റെ അമ്മമാതാവും തിരുക്കുമാരനും. ഞാൻ ഒരുപാട് സഹനങ്ങളിൽ നിന്ന് വന്നതാണ് ഞാനിവിടെ. എൻ്റെ അമ്മ എന്നെ കൈപിടിച്ച് ഉയർത്തി എല്ലാ കാര്യങ്ങളിലും എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ 4 കാര്യങ്ങളാണ് വെച്ചത്. ഒന്ന്, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റണം. പക്ഷേ എനിക്ക് നിവൃത്തിയില്ലാത്ത ഒരാളാണ്. പക്ഷേ എങ്കിൽ സഹോദരങ്ങളുമായിട്ട് ഒരിക്കലും പിണങ്ങരുതും, അയൽവാസിയായിട്ട് പിണങ്ങരുതും. അതായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഇവിടെ എൻ്റെ വീട്ടിലെ സാഹചര്യം വെച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി 4 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 3.5 ലക്ഷം രൂപ വരെ ഞങ്ങൾ അടച്ച് അത് പലിശയിൽ പോയി. പിന്നെ ഞങ്ങൾക്ക് അടക്കാൻ പറ്റിയില്ല. 2 പേരും കാലിന് മേലാത്തവരാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും. വേറെ ആശ്രയമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അത് കൊടുക്കാൻ പറ്റാതെയായി. പല പ്രാവശ്യമായിട്ട് ജപ്തി നടപടികൾ കാര്യങ്ങൾ വന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. എങ്കിൽ പോലും ഞാൻ ഓരോരുത്തർക്കായിട്ട് എനിക്ക് നടന്നു പോയൊന്നും ചെയ്യാൻ പാടില്ലെങ്കിലും ഇവിടെ വന്ന് പത്രവും വാങ്ങിക്കും. അത് കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവാണ് ആ പത്രം എല്ലായിടത്തും കൊടുക്കുന്നത്. ആ കൂടെ ഞാനും പോകും. ഞാൻ പോയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അത് മരുന്നിനൊക്കെയാണ് എനിക്ക് നല്ലൊരു പൈസ വേണമായിരുന്നു. എല്ലാം എൻ്റെ അമ്മമാതാവും തിരുക്കുമാരനും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ 2 പേരെയും കൂട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാനിവിടെ വന്ന് ജോസഫച്ചനെ ഉണ്ട് 40 ദിവസം അച്ഛൻ പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ കടം തീരാൻ പോകുകയാണ്. 7.5 ലക്ഷം രൂപ എനിക്ക് കടം ഉണ്ടായിരുന്നു. എനിക്കത് ഞാൻ ആ കടം എങ്ങനെ വീട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അച്ഛൻ എന്നോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, 40 ദിവസമൊന്ന്. ഞാനിവിടെ വന്ന് ആ ജപ്തി നോട്ടീസുമായിട്ട് ബാങ്കിൽ ചെന്നിട്ട് പറഞ്ഞ്, ഞാൻ എത്ര രൂപയാണ് നിങ്ങൾക്ക് അടക്കേണ്ടത്? 50 പൈസ പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എത്ര രൂപയാണ് അടക്കേണ്ടത്? അത് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ്. അത് എനിക്കെന്ത് നിങ്ങൾക്ക് കുറച്ച് തരാം, അതും എന്നോട് പറയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങൾ 1.5 ലക്ഷം രൂപ കുറച്ച് തരാം, ബാക്കി 7 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പം നിങ്ങളിതെങ്ങനെ അടക്കുമെന്ന് എന്നോട് ചോദിച്ചു. നിങ്ങളിത് നടക്കാനാണോ പറയണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നടക്കും. അതെങ്ങനെ നടക്കും? എൻ്റെ അമ്മമാതാവ് നടത്തി തരും. ഉടനെ അവർ പറഞ്ഞ്, നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു. അവിടെ ചെന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് അച്ഛൻ എനിക്കൊരു ലോക്കറ്റും ഉപ്പും തന്നാൽ വിട്ട ലോക്കറ്റ് എൻ്റെ മണ്ണിൽ കുഴിച്ചിട്ട് ഉപ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച്. വീട്ടിലും ഡെയിലി സമയങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് ഉറക്കം വരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? എൻ്റെ മോള് പറഞ്ഞ്, ഞാൻ കാരണമല്ലേ അമ്മക്ക് കടവും വന്ന് ഈ അമ്മയ്ക്ക് വീടും ഇല്ലാതെ വരും, ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി അവൾ ഉടമ്പടി എടുത്ത്. പക്ഷെ അവളും പ്രാർത്ഥിച്ച് ഈ കടം തീർത്ത് കിട്ടണം, ആ വീട് തിരിച്ച് കിട്ടണമെന്നുള്ളത്. അതുപോലെ എനിക്ക് ആ അച്ഛൻ പറഞ്ഞ ദിവസത്ത് ഈ 38-ാമത്തെ ദിവസം എൻ്റെ പൈസ ഞാൻ കൊടുത്ത് തീർത്ത്. 40 എന്ന് അച്ഛൻ പറഞ്ഞിട്ട് അതിന് മുമ്പ് പൈസയും കൊടുത്ത് 40-ാമത്തെ ദിവസം എൻ്റെ പ്രമാണം ഞാൻ തിരിച്ചെടുത്ത്. എനിക്കിത് എൻ്റെ അമ്മയെന്ന് പറയാൻ പറ്റിയല്ല, നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. എല്ലാവരും വന്ന് അതുപോലെ ചെയ്യണം. അമ്മയെ വിളിച്ചാൽ അമ്മ വിളി കേൾക്കും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കരഞ്ഞ് വിളിച്ചാൽ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ അമ്മ കരയും. അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതുപോലെ തിരുക്കുമാരൻ്റെ മാതാവും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ കണ്ണ് നിറഞ്ഞാൽ അമ്മ സമ്മതിക്കുകയില്ല നമ്മുടെ കണ്ണ് നിറയ്ക്കാൻ. നമ്മളെ കരയിപ്പിക്കുകയില്ല അമ്മ. നമ്മുടെ കൂടെ വരും അമ്മ. നമ്മൾ വിളിക്കുന്നിടത്ത് അമ്മ വരും. ഞങ്ങൾ ഒരു സ്ഥലത്തും പ്രൈവറ്റ് ബാങ്കിൽ പൈസ കുറച്ച് കൊടുക്കുന്ന ഒരു ഇതില്ല. പക്ഷേ നമ്മുടെ അമ്മമാതാവ് എനിക്ക് ആ പൈസ കുറപ്പിച്ച് 1.5 ലക്ഷം എന്ന് പറഞ്ഞിട്ട് അവസാനം വീണ്ടും അപേക്ഷ വെപ്പിച്ചവർ കുറച്ചും കൂടി കുറച്ച് തരുമെങ്കിൽ തരട്ടെ, ഇത്രയും വയ്യാത്ത ഒരാളല്ലേ എന്ന്. അങ്ങനെ എനിക്ക് വീണ്ടും 27,000 രൂപ കൂടി കുറപ്പിച്ച് എൻ്റെ അമ്മമാതാവ് എനിക്ക് കുറച്ച് നിന്ന് ഞാൻ പ്രമാണം തിരിച്ചെടുത്ത്. പിന്നെ എനിക്ക് വേറൊരു ഞങ്ങൾക്ക് 50 സെൻറ്റ് സ്ഥലം നിലവാണ്. അത് കൃഷി ചെയ്യാമായിരുന്നു. എല്ലാ വർഷവും കൃഷി ചെയ്താൽ ഞങ്ങൾ മിഷ്യത്തിനാണ് കൊയ്യണത്. ഈ വർഷം അത് കൃഷി ചെയ്തിട്ട് മിഷ്യൻ ഇറങ്ങിയിട്ട് താഴ്ന്നു പോയി. അവസാനം ഞങ്ങൾ
എന്നാൽ ഇതിന് കൊയ്യണ്ട, ഞങ്ങൾക്ക് പൈസ 700 രൂപ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം, 1300 രൂപ ആണുങ്ങൾക്ക് കൊടുക്കാം, അതിനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ ഭർത്താവിന് തലകറക്കം പോലെ ഉണ്ടായി. കാരണം അത്രയും കഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയി. ഉടനെ എൻ്റെ മോൾ എന്നോട് അവിടെ അച്ഛനെ പിടിച്ചിട്ട് പറഞ്ഞ്, അച്ചായി കരയണ്ട, ഇത് നമ്മുടെ അമ്മയുണ്ട്, അമ്മ നമുക്ക് തരും എന്നും പറഞ്ഞ് പിടിച്ച് വീട്ടിൽ കൊണ്ട് ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു, പിന്നെ ഒരാൾ വന്നിട്ടും പറയുന്നു, കാശ് നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾ ഈ നെല്ല് കളയരുത്, നിങ്ങൾ കൊയ്ത്ത് കഴിയുമ്പോൾ എനിക്ക് കാശ് തന്നാൽ മതിയെന്ന്. പെട്ടെന്ന് ആളെ വിളിക്കാൻ പറഞ്ഞ് പെണ്ണുങ്ങളെ ആളെ വിളിച്ച് ഞങ്ങളത് കൊയ്യിച്ചിട്ട് ഞങ്ങൾക്ക് ആ ആളിന് കൊടുക്കാനുള്ള കാശും ഉണ്ടായി. ഞങ്ങൾക്ക് 2 ഗ്രാമിൻ്റെ സ്വർണം മേടിക്കാനുള്ള കാശും അമ്മ മാതാവ് തന്നു ഞങ്ങൾക്ക്. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തനം ഇവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിച്ചിട്ട് ചേട്ടനും ഞാനും കൂടിയാണ് കൊണ്ടു നടക്കുന്ന. അതുപോലെ ഇത്രയും അവശതയായ ഞാൻ നടന്ന് എനിക്കൊരു വീട്ടിൽ ചെന്നൊരു രോഗിയെ നോക്കാൻ പറ്റിയല്ല. ഞാൻ ചേട്ടൻ്റെ പുറകിൽ ഇരുന്നിട്ട് അവിടെ കൊണ്ടുവന്ന് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. സാമ്പത്തികമായിട്ടൊക്കെ അവരെ ഞാൻ നന്നായിട്ട് സഹായിക്കുമായിരുന്നു. ഇപ്പോഴും എൻ്റെ മക്കളോടും പറഞ്ഞു കൊടുക്കും, നമുക്ക് തികഞ്ഞിട്ട് ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് പറ്റുന്ന പോലെ കൊടുക്കാം. അപ്പം ഡ്രസ്സ് വാങ്ങിക്കും ഞങ്ങൾ. എൻ്റെ മോളും ഞാനും കൂടി വീടുകളിൽ കൊണ്ടുവന്ന് അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, വേണ്ടാത്തവർക്ക് കൊടുക്കാറില്ല അതൊന്നും. ഇന്നും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയും നാളെ എനിക്ക് അമ്മയുടെ പിന്തുടർന്ന് എൻ്റെ മോളോടും പറഞ്ഞിട്ടുണ്ട്, മരണം വരെ നമുക്ക് അമ്മയെ തന്നെ സേവിച്ച് ജീവിക്കണമെന്നും എൻ്റെ മോളോട് എൻ്റെ സഹോദരങ്ങളുടെ ആവശ്യത്തിന് ഞാൻ അങ്ങനെ ഓരോ കാര്യത്തിനും സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാത്തിനും തിരുക്കുമാരനും മാതാവിനും നന്ദി 100 കോടി നന്ദി പറയുന്നു. ഇനിയും എനിക്കിതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കണേന്ന് അമ്മയോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു. ഒത്തിരി നേരം എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതുപോലെ എൻ്റെ കാല് ഞാൻ കിടപ്പിലായിരുന്നു, അല്ലാതെ ഞാൻ നടന്ന ആളല്ല. എൻ്റെ മോടെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ സംരക്ഷിക്കുമായിരുന്നു. ഞാനൊരു ദിവസം അങ്ങനെ കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. ഞാൻ പറയാം, എനിക്കത് ആരാന്നറിയത്തില്ല. ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, അച്ഛനും അറിയാം. ഞാൻ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ നല്ല കണ്ണ് തുറക്കുമ്പോൾ ഒരാൾ നിൽക്കുന്നു, മെറൂൺ കളറിലൂടെ ഉടുപ്പിട്ടിട്ട് സ്റ്റീലിൻ്റെ മാലയായിട്ടിരിക്കണത്. എന്നിട്ട് എന്നോട് പറയുന്നു, കൈ ചൂണ്ടിയിട്ട് പറയുന്നു, മോളെ നിന്നെ തിന്മയെന്നും തീണ്ടുകയില്ലെന്ന്. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി. ഫോട്ടോ എടുക്കാൻ അറിയാവുന്നവരാണ് പെട്ടെന്ന് ഫോട്ടോ എടുക്കും. പെട്ടെന്ന് എൻ്റെ ഞാനും എൻ്റെ മോനും കൂടിയാണ് കിടക്കുന്നത്. അപ്പം മോൻ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, അതെന്താ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാന്നറിയത്തില്ല മോനെ, ഇത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ലത്. പിറ്റേ ദിവസം ഞങ്ങൾ ഒരിക്കലും വണ്ടിക്ക് മേലാതെ വന്നു കഴിഞ്ഞിട്ട് ലൈൻ വണ്ടിയെ കയറിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം ചേട്ടൻ പറഞ്ഞടി, ഇന്ന് വണ്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് നമുക്ക് ബസ്സിന് പോകാം, നിന്നെ ഞാൻ കയറ്റിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ കയറി ഞാൻ സീറ്റിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഈ കണ്ട രൂപം ഈ ബസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞു പോയി. അയ്യോ, എന്നെ കാണിച്ചത് ഈ രൂപമാണല്ലോ എന്ന്. എന്നെ ശരിക്കും ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് കുടയുടെ കാല് പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പറയണം, മോളെ കരയേണ്ട, നിന്നെ തിന്മ നീണ്ടുകയില്ലെന്ന്. അങ്ങനെ വന്ന് ഞാനിപ്പോൾ ഇത്രയും നേരം ഒരു ശകലം നേരം എനിക്ക് നിൽക്കാൻ പറ്റിയല്ലാത്ത ഞാൻ ഇത്രയും നേരം മാതാവിൻ്റെ ഈ മണ്ണിൽ ചവിട്ടിയല്ലോ. എനിക്കതാണ് ഏറ്റവും, ഞാൻ ഒരിക്കലും ഓർത്തില്ല ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റുമെന്ന്. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. വീണ്ടും ഞാൻ ഇനി ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 138:7. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു, അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും, എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. അംബിക തങ്കച്ചൻ എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധമ്മയോട് ലഭിച്ച സവിശേഷമായ സംരക്ഷണത്തെയും അനുഗ്രഹത്തെയും ജോസഫച്ചൻ നൽകിയ സന്ദേശത്തിലൂടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാരം എടുത്തുമാറിയതിനെയുമാണ് സന്തോഷത്തോടെ ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. കുടുംബത്തിലുണ്ടായിരുന്ന വലിയൊരു കടബാധ്യത അത് തിരികെ വീട്ടുവാനാവാതെ ഏറെ ക്ലേശിച്ച നാളുകളിൽ ഇവിടെ ഉടമ്പടി എടുത്ത് അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ ആ നിയോഗം വയ്ക്കുകയും ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ 40 എന്ന സംഖ്യ ഈ കുടുംബത്തോട് പറയുകയും ചെയ്യുന്നു. ഈ കുടുംബം അത് 40 ദിവസത്തിനുള്ളിൽ ദൈവിക ഇടപെടൽ ലഭിക്കുമെന്ന പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയും അമ്മയുടെ സന്നിധിയിൽ ഈ നിയോഗം, ഈ 7 ലക്ഷം രൂപയുടെ കടബാധ്യത മാറുന്നതിന് വേണ്ടി ആഗ്രഹിച്ച്
അതിനുള്ള വഴികൾ തുറന്നു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നാളുകളിൽ സ്വർണത്തിൻ്റെ വില വല്ലാതെ കൂടുകയും കയ്യിലുണ്ടായിരുന്നൊരല്പം സ്വർണം വിൽക്കുവാനും അതുവഴി ആ ബാധ്യതകൾ വേഗത്തിൽ 38-ാമത്തെ ദിവസം തീർത്ത് 40-ാമത്തെ ദിവസം ആധാരം തിരികെ കയ്യിൽ കിട്ടും വിധം അമ്മ മാതാവ് എല്ലാം ക്രമീകരിച്ച് കൊടുത്തതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ വിളഞ്ഞു കിടന്ന പാടത്തിറക്കിയ കൊയ്ത്തിൻ്റെ യന്ത്രം താന്നു പോകുമ്പോൾ അത് കൊയ്തെടുക്കുവാനാവാത്ത പ്രതിസന്ധിയിലും അമ്മ മാതാവ് ദൂതനെ അയച്ച് കുടുംബത്തെ സംരക്ഷിച്ച് അത് കൊയ്തെടുത്ത് അതിൽ നിന്ന് അല്പം നീതി ലഭിക്കും വിധം കാര്യങ്ങൾ ക്രമീകരിച്ച് അനുഗ്രഹിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഏറെ ക്ലേശവും കണ്ണീരും ദുരിതവും ഒക്കെയുള്ളൊരു ജീവിതം, എങ്കിലും അല്പം പോലും പ്രത്യാശപ്പെടാതെ അക്രൈസ്തവ കുടുംബമാണെങ്കിലും പൂർണ്ണമായി അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഉടമ്പടി പ്രകാരം ജീവിത വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അമ്മ പ്രത്യാശയോടെ കൂടെ നിന്ന് അനുഗ്രഹിക്കും, സഹായിക്കുമെന്ന വലിയ ശരണപ്പെടലാണ് ഈ കുടുംബത്തിന് ഇന്ന് അനുഗ്രഹത്തിന് കാരണമായതെന്ന് ഏറ്റുപറയുന്നു. അമ്മയുടെ തിരുനടയിൽ ഏത് ഭാരപ്പെട്ട വിഷയവും നമുക്ക് പരിഹാരമില്ലാത്ത പ്രശ്നവും നമ്മൾ വഴിയടഞ്ഞു നിൽക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ ഈശോയ്ക്കത് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഭാരം ലഘൂകരിച്ചും സമയം ചുരുക്കിയും ജീവിതത്തിൻ്റെ കണ്ണീരൊപ്പിയും നമ്മളെ സഹായിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഈ അമ്മയുടെ വാക്കുകളിലൂടെ നാം കേട്ടത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.